യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാൽ രോഗസൗഖ്യവും. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. All we like sheep have gone astray. We have turned everyone to his own way. And the Lord has laid on him the iniquity of us all. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിന്റെ 6 വാക്യമാണ് വായിച്ചത്. 53 അധ്യായം മുഴുവൻ മശിഹായുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അവിടുത്തെ പാപ പരിഹാര ബലിയെക്കുറിച്ചും അതിന്മൂലം മനുഷ്യകുലത്തിന് ലഭിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും പ്രവചിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായി ഭൂമിയിൽ വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപാണ് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങളെപ്പറ്റി യെശയ്യാവ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് പഴയ നിയമത്തിൽ 300 പ്രവചനങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ അധിക പങ്കും യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മശിഹായുടെ കന്യകാ ജനനം, അതിനു മുന്നോടിയായി വന്ന യോഹന്നാ സ്നാപകനെ കുറിച്ച്, മശിഹായുടെ മേൽ ആവസിച്ചിരുന്ന ദൈവാത്മാവിന്റെ പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ, ജീവിതത്തിന്റെ ലാളിത്യം, സൗമ്യത, ഇങ്ങനെ പ്രവചിച്ചു വന്ന് 49 അധ്യായം മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ദാസന്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിങ്കിൽ അവയെല്ലാം നിറവേറി. യെശയ്യാവ് പ്രവചിച്ചത് ഒരു ദൃക്സാക്ഷി വിവരണം പോലെ തോന്നുമെങ്കിലും ക്രിസ്തുവിന്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ പ്രവചനങ്ങളാണിവ. ഇനിയും നിറവേറാനുള്ള പ്രവചനങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തെ പഴയ നിയമ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യരുടെ അവസ്ഥയാണ് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്നു. പൗലോസ് അത് ഇങ്ങനെ എഴുതി: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തെറ്റുകൾ ചെയ്യുന്നവർ നിശ്ചയമായും ശിക്ഷ അനുഭവിക്കും. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ പാപികളായി തീർന്നത് എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇത് ദൈവം മനുഷ്യജാതിക്ക് തന്ന വാഗ്ദത്തമാകുന്നു. നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. മാനവജാതിയെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി കഷ്ടത അനുഭവിക്കുവാനും ക്രൂശ് മരണം വരിക്കുവാനും യേശുവിനെ വിട്ടുകൊടുത്തു. പത്രോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏവരെയും നിത്യജീവനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് വീണ്ടും കർത്താവ് വരുന്നത്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. പ്രിയമുള്ളവരെ, ജീവനിൽ വാഴുവാൻ യാതൊരു നീതിപ്രവൃത്തിയും ചെയ്യേണ്ടതില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ സമർപ്പിക്കാം,
പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ജീവനിൽ വാഴുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാൽ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാൽ വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്. അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്. അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. നാഥാ, നീ എൻ പേർക്കായി ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടുന്നു. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്രത